ഓട്ടോ തൊഴിലാളിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തയ്യാറാകാത്ത കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു. രോഗിയുടെ ബന്ധുക്കളും ഡിവൈഎഫ്ഐ പ്രവർത്തകരുമാണ് സൂപ്രണ്ടിനെ തടഞ്ഞുവെച്ചത്. സംഭവത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളും താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. കുഴഞ്ഞു വീണ് മരിച്ച കൊയിലാണ്ടിയിലെ ഓട്ടോറിക്ഷ തൊഴിലാളിയായ ജിനീഷിന്റെ മൃതദേഹം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഡോക്ടർമാർ വിസമ്മതിച്ചതായി ആരോപിച്ചതിലാണ് ബന്ധുക്കളും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഓട്ടോറിക്ഷ തൊഴിലാളികളും ആശുപത്രി കവാടത്തിന് മുന്നിൽ പ്രതിഷേധിക്കുകയും സൂപ്രണ്ടിനെ തടഞ്ഞുവെക്കുകയും ചെയ്തത്. വെള്ളിയാഴ്ച രാവിലെയാണ് ഓട്ടോറിക്ഷ തൊഴിലാളിയായ കൊല്ലം കൂട്ടുമുഖത്ത് ജിനീഷ് കുഴഞ്ഞു വീണത്. താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ജിനീഷ് മരിച്ചിരുന്നു. കുഴഞ്ഞു വീണ് മരിച്ചത് ചെറുപ്പക്കാരനായതിനാൽ ഫോറൻസിക് സർജന്റെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ആശുപത്രി അധികൃതർ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിൽ അയക്കാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനും അയക്കണമെന്ന് നേരത്തെ പറയാതിരുന്നതിനാലാണ് പ്രതിഷേധം ഉയർന്നത്. ഇതോടെ ജിനീഷിന്റെ ബന്ധുക്കളും മറ്റ് ഓട്ടോറിക്ഷ തൊഴിലാളികളും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ആശുപത്രിയിലെത്തി ബഹളം വെച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിൽ താലൂക്ക് ആശുപത്രി ഡോക്ടർമാർ ഉദാസീനത കാട്ടുകയാണെന്നാരോപിച്ചാണ് പ്രതിഷേധം ശക്തമാക്കിയത്. നിരന്തരമായ ഒരു കെടുകാര്യസ്ഥതയാണ് ഇവിടുത്തെ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. കാരണം ഇന്ന് പുലർച്ചെ മരണപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനെ 45 വയസ്സുള്ള ഒരു ആളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ 11:30-12 മണി വരെ ഇവിടെ 12 മണിക്ക് ശേഷമാണ് ഇവർ പറയുന്നത് ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയില്ല എന്നുള്ള രൂപത്തിൽ. അതിന് മറ്റു കാരണങ്ങളൊന്നും അവർ പറയുന്നില്ല. ഇവിടെ ഇവർക്ക് മറ്റ് എന്തെല്ലോ വിഷയങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഈ 12 മണിക്ക് ശേഷം കോഴിക്കോടേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരികയാണ്. അപ്പം ഇവിടെ കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സൂപ്രണ്ടുമായി നമ്മൾ സംസാരിച്ചതാണ് മോർച്ചറിക്കകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇവിടെ മോർച്ചറി വേണ്ട രൂപത്തിൽ നടക്കുന്നില്ല, ലാബിനകത്ത് പ്രശ്നങ്ങളുണ്ട്. കൊയിലാണ്ടി നഗരസഭാ അധ്യക്ഷ സുധാ കിഴക്കേപ്പാട്ട്, വൈസ് ചെയർമാൻ കെ സത്യൻ എന്നിവർ സ്ഥലത്തെത്തി ആശുപത്രി അധികൃതരുമായി ചർച്ച നടത്തി. മരിച്ചയാൾ ചെറുപ്പക്കാരനായതിനാൽ ഫോറൻസിക് സർജന്റെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചിരുന്നു. ഇതോടെയാണ് ബന്ധുക്കൾ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായത്. തുടർന്ന് പ്രതിഷേധവും അയഞ്ഞു. പ്രതിഷേധ സമരത്തിന് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി എൻ ബിജീഷ്, പ്രസിഡന്റ് കെ സതീഷ് ബാബു, കീർത്തന, ഫർഹാൻ, ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി.